ഞാൻ കണ്ടിട്ടില്ല. അത്തരം വാർത്തകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഇതിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും UDF-ൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് എന്താ പറയുക, താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അത് നൽകിയൊരു വലിയ ആവേശമുണ്ട്. ഇവരുടെ സാന്നിധ്യം, ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ, ഇവരുടെ കൃത്യമായ എന്താ പറയുക വിലയിരുത്തലുകൾ, അതനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെയുള്ള പ്രതിവിധികൾ, വലിയ ആവേശമാണ് നിലമ്പൂരിനുണ്ടായത്. ആ ആവേശം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്തും പ്രവർത്തകരുടെ മാത്രമല്ല, ഈ കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിലമ്പൂരിലെ പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രയത്നം, അതിൻ്റെയും കൂടി ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യമുള്ളത്, നിലമ്പൂരിൻ്റെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1000 പോലും 6000 വോട്ടിനൊക്കെ ജയിച്ച ചരിത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ് 16,707 ഇനി അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രസ്താവനകൾ വരുന്നത് ആ വിജയത്തിൻ്റെ മാറ്റ് കുറച്ച് കാണിക്കുന്ന തരത്തിലേക്ക് പോയില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ തീരുമാനിക്കേണ്ടത് UDF-ൻ്റെ നേതൃത്വമാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അത് UDF നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം, അൻവർ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തി. എന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം പരാമർശങ്ങളൊക്കെ നടത്തി. ആ പരാമർശങ്ങൾക്കൊക്കെ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊരു മറുപടി പറയേണ്ട പ്രശ്നമില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അദ്ദേഹം നടത്തിയ പരാമർശം നിങ്ങൾക്കറിയാം, അതിന് ജനങ്ങൾ മറുപടി കൊടുത്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അൻവറിനെ UDF-ൽ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ, ഇപ്പോൾ എടുക്കാൻ കഴിയുമോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല. എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. UDF-ൻ്റെ നേതൃത്വം വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അതിൽ UDF നേതൃത്വത്തിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല എന്നതാണ് എനിക്കത് തീർച്ചയാണ്, യാതൊരു സംശയമില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ അത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ഒരു തീരുമാനം UDF നേതൃത്വം എടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു തീരുമാനമെടുക്കുന്നത് വരെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. ആ അഭിപ്രായങ്ങൾ അത് കൃത്യമായൊരു തീരുമാനമായി വരുന്നത് അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയം. അല്ല, എനിക്കങ്ങനെ ഒരു ജയത്തിൻ്റെ മാറ്റു കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരുടെയും വിജയമാണ്. പിന്നെ എല്ലാ കൂട്ടായ നേതൃത്വത്തിൻ്റെ വിജയമാണ് UDF-ൻ്റെ. ആ വിജയത്തെ മാറ്റു കുറയ്ക്കാൻ ഒരാളോ മറ്റൊരാളോ ശ്രമിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് UDF കൂട്ടമായ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടായിരിക്കും അത് തീരുമാനമെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ കണ്ടതല്ലേ. 2011 എൻ്റെ പിതാവ് ജയിച്ചത് ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരിൻ്റെ വലിയ പ്രത്യേകത, നിലമ്പൂരിൽ UDF-ന് ഏറ്റവും ലീഡ് തരുന്ന 2 പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഒന്ന് കാളികാവ്, ഒന്ന് ചോക്കാട്. സ്ഥിരമായി 4000 വോട്ട് ലീഡ് തരുന്ന 2 പഞ്ചായത്തുകൾ. ആ 2 പഞ്ചായത്തുകളും ഡീലിമിറ്റേഷന് ശേഷം പോയി. പിന്നെ ഒരു 1500-2000 സ്ഥിരമായി ലീഡ് തരുന്ന പഞ്ചായത്താണ് ചാലിയാർ. ആ പഞ്ചായത്ത് ഏറനാടിലേക്കും പോയി. ബാക്കിയുള്ളതൊന്നും തിരിച്ചു വന്നില്ല, ഒരു പഞ്ചായത്തും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. 3 UDF-ന് ശക്തി കേന്ദ്രങ്ങൾ 2000 ഡീലിമിറ്റേഷനിൽ UDF-ൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മാറി മറ്റു മണ്ഡലത്തിലേക്ക് പോയി. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് 2011. ആ 2011 തെരഞ്ഞെടുപ്പിൽ 5000 ചില്ലാനം വോട്ടിനാണ് എൻ്റെ പിതാവ് ജയിച്ചത്. ആ മണ്ഡലത്തിലാണ്
ഈ 11,000 ചില്ലാനം വോട്ടിന് ജയിക്കുന്നത്. അത് ഒരു ഭരണകൂടം അപ്പുറത്ത് ഇറങ്ങി നിന്ന് സകല മന്ത്രിമാരും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ തലേ ദിവസം കൊണ്ട് കിറ്റ് കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, തലേ ദിവസം വീട് കയറി കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുക, സ്ഥിരമായ ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയും, പല വാഗ്ദാനങ്ങളും എന്തൊക്കെ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടും 6,000-ൽ നിന്ന് 2,000 ഡീലിമിറ്റേഷന് ശേഷമുള്ള 6,000-ൽ നിന്ന് 11,000-ലേക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? UDFിൻ്റെ ശക്തി കേന്ദ്രം UDF ഒരു വലിയ ശക്തിയായി, കൂടുതൽ ശക്തിയായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മളതിൽ കാണേണ്ടത്. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. 2011-ൽ അൻവർ ഫാക്ടർ ഇല്ലാത്തൊരു കാലത്ത് 6,000 വോട്ടിന് ജയിച്ചുവെങ്കിൽ, 6,000-ഓളം വോട്ടിന് ജയിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലം 11,000 ചില്ലാനം വോട്ടിന് തിരിച്ചു പിടിച്ചെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ പറയാൻ പറ്റുക. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. UDF അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും 100%. അത് ഏറ്റവും കൂടുതൽ അതിസാധാരണക്കാരൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുണ്ടാവും.